ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമൊന്നാകെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ. രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ബലത്തിൽ പ്രസിഡന്റായ വ്യക്തിയായിരുന്നില്ല അദ്ദേഹം, മറിച്ച് തന്റെ ജീവിതത്തിലെ കഠിനാധ്വാനത്തിന്റെ ഫലമായി നേടിയെടുത്തതാണ് ആ പദവി. കൊടിയ ദാരിദ്ര്യത്തിലാണ് എബ്രഹാം ലിങ്കന്റെ ജനനം. 7 വയസ്സുള്ളപ്പോൾ സ്വന്തം വീട് നഷ്ടമായി. 9 വയസ്സുള്ളപ്പോൾ മാതാവിനെ നഷ്ടമായി. ചെയ്ത ചെറിയ ബിസിനസ് എല്ലാം കടത്തിൽ കലാശിച്ചു. കുടുംബജീവിതം പരാജയമായി മാറി. പലതവണ സെനറ്റിലേക്ക് മത്സരിച്ചു, പക്ഷെ പരാജയമായിരുന്നു ഫലം. 8 തവണ പരാജയപ്പെട്ട അദ്ദേഹം 1860 അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആ നാളുകളിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയായിരുന്ന അമേരിക്കൻ സിവിൽ യുദ്ധകാലത്ത് രാജ്യത്തെ വിജയകരമായി മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആദ്യത്തെ പരാജയത്തിൽ പിന്മാറിയിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പദവിയിൽ എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു. KC കേശവ പിള്ളയുടെ ഒരു കവിതയുണ്ട് മലയാളത്തിൽ. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചത് ഈശൻ. പരിശ്രമത്തിലൂടെ എല്ലാത്തിനെയും സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിൽ മനുഷ്യന് കരങ്ങളെ നൽകിയാണ് ഈശ്വരൻ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് കേശവപിള്ള പറയുന്നത്. പരിശ്രമം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. വിജയം ഉണ്ടാകുന്നുണ്ടോ എന്നതല്ല പ്രധാനം. ഓരോ പരിശ്രമങ്ങളും ഓരോ പാഠങ്ങളാണ്. ചുവട്ടിലൊഴിച്ചു കിട്ടിയ വെള്ളം കൊണ്ട് ഒരു ചെടിയും വൃക്ഷമായി മാറുന്നില്ല. സ്വന്തം വേരുകൾ കൊണ്ട് ജലം കണ്ടെത്തുന്ന ചെടികൾക്ക് വൻമരങ്ങളായി മാറാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ സ്വന്തമായി എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ശ്രമങ്ങളിൽ ഒരുപക്ഷെ വീണുപോയേക്കാം, പക്ഷേ തളരരുത്. മുന്നോട്ടുള്ള കുതിപ്പിനെ അത് ഊർജ്ജമാക്കി മാറ്റുക. പരിശ്രമത്തിന്റെ കാഠിന്യം എത്രത്തോളം അനുഭവിക്കുന്നുവോ അത്രത്തോളം വിജയത്തിന് മാധുര്യം വർദ്ധിക്കും. പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് സദൃശവാക്യങ്ങളിൽ കാണുന്നു. കഠിനാധ്വാനത്തിന് ഫലമുണ്ടാകുമെന്നും തന്റെ വയലിൽ അധ്വാനിക്കുന്നവന് സമൃദ്ധമായ ആഹാരം ലഭിക്കുമെന്ന് ശലോമോൻ പറയുന്നു. കഠിനാധ്വാനവും പരിശ്രമവും ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാക്കേണ്ടിയിരിക്കുന്നു. പരിശ്രമമില്ലാത്ത സ്വപ്നം വെറും ആഗ്രഹം മാത്രമാണ്. സ്വപ്നങ്ങൾ പൂവണിയാൻ കഠിനമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലുണ്ടാവുന്ന തിരിച്ചടികളെ നേരിടാനും മറികടക്കാനുമുള്ള മറുമരുന്നാണ് പരിശ്രമം. നാം പരിശ്രമം നിർത്തുന്നതുവരെയും പരാജയപ്പെടുന്നില്ല. വീഴ്ചകളിൽ, പരാജയങ്ങളിൽ, തടസ്സങ്ങളിലൊക്കെ പിന്നോട്ട് പോകാനിടയാകാതെ വീണ്ടും വീണ്ടുമുള്ള കഠിന പരിശ്രമത്തിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ നോക്കിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ നോക്കിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം.